ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് റെഡിയാക്കാൻ കടലമാവ്, എഗ്ഗ് വൈറ്റ്, ഹണി കൂടാതെ ഫേസ് ക്ലീനപ്പ് ചെയ്യാൻ ലെമണും അല്പം ഷുഗറുമാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് അതിൻ്റെ വൈറ്റ് പോർഷൻ സെപ്പറേറ്റ് ചെയ്യാം. ഒരു എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഫുള്ള് എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലമാവും ഇതുപോലെ ചേർത്ത് നല്ല മിക്സ് ആക്കാം. എന്നിട്ട് കടലമാവ് സ്കിന്നിലുണ്ടാകുന്ന ആക്നെ പിഗ്മെൻറ്റേഷൻ മാറ്റാനും കൂടാതെ സ്കിൻ വൈറ്റനിങ്ങിനും നല്ലതാണ്. എഗ്ഗ് വൈറ്റ് സ്കിൻ ടൈറ്റൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ വരാനും ഹണി ഒരു സ്കിൻ ടോൺ കൂടിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ കടലമാവ് അതിൽ ചേർത്ത് 2-3 മിനിറ്റ് ഇതുപോലെ മിക്സ് ആക്കണം. എന്നാലേ നല്ലവണ്ണം മിക്സ് ആവുള്ളൂ. അടുത്ത് നമുക്കതിൽ ഹണി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ. ഹണിയും എഗ്ഗും എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ സ്കിന്നിന് കൂടുതൽ ഇഫക്റ്റീവാണ്. ഈ പാക്ക് വീക്കിൽ 2 തവണ ഇടാവുന്നതാണ്. നല്ല റിസൾട്ട് കാണാൻ കഴിയും. ഡെഡ് സ്കിന്നൊക്കെ മാറ്റി സ്കിൻ സ്മൂത്ത് ആകാനും ഏറെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ മുഖത്തിടുന്നത് പോലെ കഴുത്തിലും കയ്യിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മിക്സാക്കി എടുക്കണം, പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ. നമ്മൾ ഇത് മിക്സാക്കി കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കും. ഇതേ രീതിയിൽ കടലമാവിൽ കട്ടകളൊന്നും ഇല്ലാതെ ഫൈൻ പൗഡർ ആയിരുന്നാൽ നമുക്കത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഫസ്റ്റിൽ ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. കട്ട് ചെയ്ത ലൈമിലോട്ട് അല്പം ഷുഗർ ചേർത്ത് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ആണ് ഈ പാക്ക് ഇടേണ്ടത്. ഈ പാക്ക് നമ്മൾ ഇട്ടതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. ഇത് എഗ്ഗ് വൈറ്റൊക്കെ ചേർത്തത് കൊണ്ട് അത് പെട്ടെന്നത് ഡ്രൈ ആകും. അതുകൊണ്ടാണ്. നമുക്കിനി ഈ പാക്കൊന്ന് ഇടാം. ഇതേപോലെ തിക്കായിട്ടാണ് ഇടേണ്ടത്. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇതിനു മുന്നേ എഗ്ഗ് വൈറ്റ് ചേർത്ത് റെഡിയാക്കിയിട്ടുള്ള ഫേസ് പാക്ക് കൂടാതെ ഹെന്നയുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായി വരുന്നത് വരെ നന്ദി.